കരിയറിൽ എക്കാലത്തും പുതിയ സംവിധായകർക്കൊപ്പം സിനിമ ചെയ്യാൻ ആവേശം കാട്ടിയിട്ടുള്ള നടനാണ് മമ്മൂട്ടി. മുമ്പത്തേതിലും ഏറെ വൈവിധ്യത്തോടെയാണ് ഇപ്പോൾ അദ്ദേഹം സിനിമകൾ തിരഞ്ഞെടുക്കുന്നത്. ബ്രഹ്മയുഗത്തിലെ കൊടുമൻ പോറ്റിയും ഓസ്ലറിലെ അതിഥി വേഷവുമാണ് മമ്മൂട്ടിയുടേതായി ഈ വർഷം തിയേറ്ററുകളിലെത്തിയ കഥാപാത്രങ്ങൾ. ഡിനോ ഡെന്നീസിൻ്റെ ബസൂക്ക, അതുപോലെ വൈശാഖിൻ്റെ ടർബോ എന്നിവയൊക്കെയാണ് ചിത്രീകരണം പൂർത്തിയായി റിലീസിന് കാത്തിരിക്കുന്ന സിനിമകൾ. അതേസമയം ഇനിയും ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലാത്ത മമ്മൂട്ടിയുടെ മറ്റു ചില വരാനിരിക്കുന്ന പ്രോജക്റ്റുകളെക്കുറിച്ചുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകളും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാവുന്നുണ്ട്. അതിലൊന്ന് യുവ സംവിധായകൻ കൃഷാന്തുമൊത്ത് ചെയ്യാനിരിക്കുന്ന സിനിമയാണ്. വൃത്താകൃതിയിലുള്ള ചതുരം, ആവാസവ്യൂഹം, പുരുഷപ്രേതം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് കൃഷാന്ത്. ഒരു ടൈം ട്രാവൽ ചിത്രമായിരിക്കും മമ്മൂട്ടിയെ നായകനാക്കി കൃഷാന്ത് സംവിധാനം ചെയ്യുക എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ഒരു പഴയ അഭിമുഖത്തിൽ മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ പുരുഷപ്രേതത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജഗദീഷാണ് മമ്മൂട്ടി കൃഷാന്ത് ചിത്രം വരുമോ എന്ന ചോദ്യത്തിന് ആദ്യം മറുപടി പറയുന്നത്. അതുണ്ടാവും. മമ്മൂക്ക തന്നെ എന്നോട് പറഞ്ഞു കൃഷാന്തുമായിട്ട് സഹകരിക്കും, പക്ഷേ അത് എന്നായിരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കൃഷാന്തിൻ്റെ കയ്യിൽ മമ്മൂക്കക്ക് പറ്റിയ കഥകളൊക്കെ ഉണ്ട്. നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. കൃഷാന്തിൻ്റെ മനസ്സിലുള്ളതിൽ ഏത് ആദ്യം സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. സന്തോഷം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ 2-3 കഥകളിലും ഞാൻ ഉണ്ട്. ജഗദീഷ് പറഞ്ഞ വാക്കുകളാണിവ. പിന്നീടാണ് ചുരുങ്ങിയ വാക്കുകളിൽ ആ ചിത്രത്തെക്കുറിച്ച് കൃഷാന്ത് പറയുന്നത്. ഒരു ക്രേസി കഥയുണ്ട്, അതിൽ ജഗദീഷ് സാറും ഉണ്ട്. കുറച്ച് ഇമ്പോസിബിൾ സിനിമയാണത്. പേടിയാവുന്നുണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ. കൃഷാന്തിൻ്റെ ഈ വാക്കുകളെ മുൻനിർത്തിയാണ് സോഷ്യൽ മീഡിയയിലെ പുതിയ ചർച്ചകൾ.